മിഖ 7-ാം അധ്യായം. ജനത്തിൻ്റെ ധാർമ്മികാധപതനം. എനിക്ക് ഹാ കഷ്ടം! ഗ്രീഷ്മകാല ഫലങ്ങൾ ശേഖരിക്കുകയും മുന്തിരിപ്പഴങ്ങൾ പറിക്കുകയും ചെയ്തതിനു ശേഷം കാല പെറുക്കുന്നവനെ പോലെ ആയിരിക്കുന്നു ഞാൻ. തിന്നാൻ ഒരു മുന്തിരിക്കുലയോ അത്തിയുടെ അഭികാമ്യമായ കടിഞ്ഞൂൽ ഫലങ്ങളോ ഇല്ല. ദൈവഭക്തരായവർ ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷരായിരിക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ സത്യസന്ധരായി ആരുമില്ല. അവരെല്ലാവരും രക്തത്തിനു വേണ്ടി പതിയിരിക്കുന്നു. ഓരോരുത്തരും സ്വസഹോദരനെ കൊടുക്കാൻ വല വിരിക്കുന്നു. തിന്മ പ്രവർത്തിക്കാൻ അവൻ ഉത്സാഹത്തോടെ കൈനീട്ടുന്നു. രാജാവും ന്യായാധിപനും കൈക്കൂലി ആവശ്യപ്പെടുന്നു. ഉന്നതന്മാർ ദുരാഗ്രഹങ്ങൾ വെളിപ്പെടുത്തുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് അത് നെയ്തെടുക്കുന്നു. അവരിൽ ഏറ്റവും ഉത്തമൻ ഒരു മുൾച്ചെടി പോലെയും ഏറ്റവും സത്യസന്ധൻ ഒരു മുള്ളുവേലി പോലെയും ആണ്. അവരുടെ കാവൽക്കാർ അറിയിച്ച ദിനം, ശിക്ഷയുടെ ദിനം വന്നു കഴിഞ്ഞു. അവർക്ക് സംഭ്രാന്തിയുടെ സമയമായി. അയൽക്കാരനെ വിശ്വസിക്കരുത്, സ്നേഹിതനിൽ വിശ്വാസമർപ്പിക്കരുത്. നിന്റെ മടിയിൽ ശയിക്കുന്നവരുടെ മുൻപിൽ അധരകവാടം തുറക്കരുത്. പുത്രൻ പിതാവിനോട് നിന്ദയോടെ വർത്തിക്കുന്നു. മകൾ അമ്മയ്ക്കും മരുമകൾ അമ്മായിമ്മയ്ക്കും എതിരെ നിലകൊള്ളുന്നു. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഒരുവന് ശത്രുക്കളായിത്തീരുന്നു. എന്നാൽ ഞാൻ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തും. എൻ്റെ രക്ഷകനായ ദൈവത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. രക്ഷയുടെ വാഗ്ദാനം. എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട. വീണാലും ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് നീതി നടത്തിത്തരുകയും ചെയ്യുന്നതുവരെ ഞാൻ കർത്താവിൻ്റെ രോഷം സഹിക്കും. ഞാൻ അവിടുത്തേക്കെതിരായി പാപം ചെയ്തുപോയി. അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും. ഞാൻ അവിടുത്തെ രക്ഷ ദർശിക്കും. എൻ്റെ ശത്രുക്കൾ അത് കാണും. നിന്റെ ദൈവമായ കർത്താവ് എവിടെ എന്ന് ചോദിച്ചവളെ ലജ്ജ മൂടിക്കളയും. തെരുവിലെ ചേറുപോലെ അവൾ ചവിട്ടി തേക്കപ്പെടും. ഞാൻ അവളുടെ പതനം കണ്ട് ആഹ്ലാദിക്കും. നിന്റെ മതിലുകൾ പുനരുദ്ധരിക്കപ്പെടുന്ന ദിനം വരുന്നു. അന്ന് നിന്റെ അതിരുകൾ വിസ്തൃതമാക്കപ്പെടും. അസീറിയ മുതൽ ഈജിപ്ത് വരെയും ഈജിപ്ത് മുതൽ നദി വരെയും കടൽ മുതൽ കടൽ വരെയും പർവ്വതം മുതൽ പർവ്വതം വരെയും ഉള്ളവർ അന്ന് നിന്റെ അടുക്കൽ വരും. എന്നാൽ അന്ന് ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അവരുടെ പ്രവൃത്തികളുടെ ഫലമായി ശൂന്യമായി തീരും. കാർമലിലെ വനാന്തരത്തിൽ ഏകരായി കഴിയുന്നവരും അങ്ങയുടെ അവകാശവുമായ അജഗണത്തെ അങ്ങയുടെ ദണ്ടുകൊണ്ട് മേയ്ക്കണമേ. മുൻകാലങ്ങളിലെ പോലെ അവർ ബാഷാനിലും ഗിലയാദിലും മേയട്ടെ. നീ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന നാളുകളിലെന്ന പോലെ അത്ഭുതകരമായ കാര്യങ്ങൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. ജനതകൾ അത് കണ്ട് തങ്ങളുടെ ശക്തിയെക്കുറിച്ച് ലജ്ജിക്കും. അവർ വായ് പൊത്തും. അവരുടെ കാതുകൾ ബധിരമാകും. സർപ്പങ്ങളെപ്പോലെ ഭൂമിയിൽ ഇഴയുന്ന ജീവികളെപ്പോലെ അവർ പൊടി നക്കും. ശക്തിദുർഗങ്ങളിൽ നിന്ന് അവർ വിറവുകൊണ്ട് ഇറങ്ങിവരും. കൊടും ഭീതിയാൽ അവർ നമ്മുടെ കർത്താവായ ദൈവത്തിങ്കിലേക്ക് തിരിയും. അവർ അങ്ങ് നിമിത്തം ഭയചകിതരാകും. തൻ്റെ അവകാശത്തിൻ്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? അവിടുന്ന് തൻ്റെ കോപം എന്നേക്കുമായി വെച്ചു പുലർത്തുന്നില്ല. എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. പൂർവകാലം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ അങ്ങ് യാക്കോബിനോട് വിശ്വസ്തതയും അബ്രാഹത്തോട് കാരുണ്യവും കാണിക്കും.